നമ്മൾ ഇന്നൊരു പവർഫുൾ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഇപ്പം ഈ അവസരത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോവാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ലെജൻഡ് ലാലേട്ടാ. ഒരു മിനിറ്റ്, ഒരു മണിയുണ്ട് എന്റെ അടുത്ത്. എന്നാത്തിലാ? എന്താ മണി ചേച്ചേ? ലാലേട്ടനല്ല, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡി മിസ്റ്റർ മോഹൻലാൽ, പത്മഭൂഷൺ മിസ്റ്റർ മോഹൻലാൽ, ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. എന്തൊക്കെയുണ്ട് പറയാൻ. ഇപ്പൊ പവർ വന്നു, ഇപ്പോഴാണ് പവർ വന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളെ കാണുമ്പോ വളരെ സ്വീറ്റ് ആയിട്ട് അല്ലെ, നമ്മുടെ സ്വന്തം ലാലേട്ട. അത് കൊച്ചു പിള്ളേർ ഉൾപ്പെടെ ലാലേട്ടാന്ന് വിളിച്ച എന്തോന്നൊരു വിളിയില് നമ്മുടെ ലാലേട്ട. എന്താ മോനെ? ഓ കുന്നംകുളം ലാലേട്ടൻ. നിങ്ങൾക്ക് ലാലേട്ടനോട് പോയി നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റൂലെങ്കിൽ കുന്നംകുളം ലാലേട്ടനോട് വേണമെങ്കിൽ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു. അതിനേക്കാളും നമുക്ക് പറയാതിരിക്കല്ലേ നല്ലത്. മെസ്സേജ് അയക്കാം, ലാലേട്ട് റിപ്ലൈ ചെയ്യും. ഇതെന്റെ പുത്തൻ ഡൈബാൻ ക്ലാസ്. തൊട്ടാ കാല് ഞാൻ തല്ലി ഒടിക്കും. അതിലാരും ഞങ്ങളുടെ തെക്കേക്കരയിലെ മാത്രം സ്വന്തം ഇല്ലേ ലാലേട്ടാ? നിങ്ങളുടെ ടീമിലെ ആൾക്കാരാണ് അനാവശ്യമായ പ്രോത്സാഹനം നൽകി ആരോ ലാലേട്ടനെ പോലെ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഈ മോശം പ്രതിസന്ധിയിൽ എത്തിക്കുന്നത്. ഒരിക്കലും ഇല്ല. ഞാനും ലാലേട്ടനും കൂടി ഒരുമിച്ച് പെർഫോം വരെ ചെയ്തിട്ടുണ്ടില്ലേ? അവിടെ ഇന്നലെ വന്നത്, അവിടെ എന്ന് തുടങ്ങിയതാ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന് അമൃത TV കോമഡി മാസ്റ്റേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ 1000 പിറന്നാളാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട. അവിടെ നിർത്തിയോണ്ട് ലാലേട്ടാന്ന് മനസ്സിലായി. ചിരിക്കാനും ചെയ്തിട്ട് ഒറ്റയ്ക്ക് എംജണ്ടനായി പോയേനെ. അതായത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരകായ പ്രവേശം. അതാണ് എന്റെ ഐഡിയ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞതും ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ലാലേട്ടൻ്റെ ഒരുപാട് സ്പൂഫ് ഞാൻ ഒരുപാട് സിനിമകളുടെ സ്പൂഫ്. അപ്പൊ അത് ലാലേട്ടൻ തന്നെ കണ്ടിട്ട് ചിരിക്കുന്നെന്ന് പല നടന്മാരും എന്നെ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കാൻ കാരണവും ലാലേട്ടനാണ്. അതുകൊണ്ട് ഈ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യലാണ്. അതുകൊണ്ട് തമ്പിയുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ. അപ്പ ചെട്ടി അരി പറക്കരുത്. പലകരക്കാരും പലതും പറയും. അതെ അതെ, അവിടെ വരെ ഓക്കെയാണ്. പക്ഷെ ശ്വേത ചേച്ചി, ലെറ്റ്സ് ടോക്ക് മോർ അബൌട്ട് ലാലേട്ടൻ. ശ്വേത ചേച്ചി കുറച്ചും കൂടി ക്ലോസ് കണക്റ്റഡ് ആണ്. ശ്വേത ചേച്ചി വിളിക്കുന്നത് ലാട്ട. പറയൂ, ലാട്ടന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ കുറെ വർഷങ്ങളായ ഒരു ഇതാണ്. പിന്നെ ഇന്ന് മുപ്പര് ഇരുന്ന ഒരു ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. അതെ, അത് ഭയങ്കര ഹോട്ട് സീറ്റാണ്. ഞാൻ ഈ പ്രാവശ്യം ഷോ ചെയ്ത സമയത്ത് ഞാൻ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ട ഒരുപാട് ആ ചെയറിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാതെ നിങ്ങളെ കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ലേട്ടാ, സീരിയസ്ലി ഐ ഹാവ് വാച്ച്ഡ് യു. ആൻഡ് മൂപ്പര് ഒരു ഗ്രന്ഥമാണ്. നമുക്ക് എല്ലാ ദിവസം എല്ലാ മൊമെന്റും മൂപ്പരെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഭയങ്കര മെമ്മറിയാണ്. നമ്മൾ പോലെ 20-30 വർഷം കഴിഞ്ഞ ഒരാൾ വന്നാൽ ആള് പേരും എവിടെ കണ്ടു എന്നുള്ള പറയും. പിന്നെ 2 സൈഡിൽ നിന്നും 2 കൈ ഇങ്ങനെ എഴുതും, ഒരേ സ്പീഡിൽ ഒരേ ടൈമിൽ. ബാക്കി എല്ലാവർക്കും അറിയണമെങ്കിലും ഇങ്ങനെ ഫാന്റാസ്റ്റിക് നല്ലൊരു കുക്കാണ്. കുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സോണ്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ ഒരു റെസിപ്പി നോക്കിയിട്ടോ. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് മൂപ്പർ ജാപ്പനീസും ചൈനീസും കൊറിയനും എല്ലാം ട്രൈ ചെയ്യണ്ടെങ്കിലും പക്ഷെ നാടൻ വിഭവങ്ങൾ മൂപ്പർ ഉണ്ടാക്കണം. പിന്നെ വിളമ്പി നിങ്ങളെ തീറ്റിപ്പിച്ച് കൊല്ലും. സോ ഇറ്റ്സ് ലൈക്ക് ഫൺ. ദിസ് ലോട്ട് ഓഫ് ഞാൻ പറയണത് മറ്റേ നമ്മൾ സിനിമ ക്യാമറയുടെ മുമ്പിലത്തെ ലാലേട്ടനല്ല ഞാൻ പറയണത്. പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ലാലേട്ടനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഒന്നാണെങ്കിൽ മൂപ്പരെ ഏതെങ്കിലും സമയത്തൊന്ന് വിളിച്ചാൽ ഫോൺ എടുക്കും. അതെ, ചേച്ചി ശ്രീവിദ്യ നമ്പർ ഒപ്പിച്ച് കുറെ ആളോട് വിളിക്കാൻ ഇതുവരെ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ചേച്ചി അത് തിരുത്തണം. എല്ലാരും വിളിച്ചാൽ എടുക്കൂല. ഇവിടെ എന്നും മെസ്സേജ് അയക്കും, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തു. ഹായ് ലാലേട്ടാ, ഹലോ ലാലേട്ടാ, ലാലേട്ടാ. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് തവണ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മ ഷോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു മാതൃഭൂമി ഫെസ്റ്റില് ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്റ്റേജിന്റെ ഒരു ഫ്രണ്ടിൽ, അതായത് ഒരുപാട് ആൾക്കാർ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മുണ്ട് ഉടുത്ത് വരുന്ന ഒരു ലാലേട്ടനുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക്
എത്ര കണ്ടാലും മടുക്കാത്തൊരു വിഷ്വലാണ് ഈ ലാലേട്ടൻ വരിക എന്നുള്ളത്. ഞാൻ ഇന്നും ആൾക്കൂട്ടത്തിന് ഇനി എവിടെ ചാൻസ് കിട്ടിയാലും ഞാൻ ഇനിയും പോയി കാണും. ഞാൻ വിചാരിച്ചെന്താ അറിയോ, അവിടെ ലാലേട്ടൻ ഹായ് ശ്രീവിദ്യ എന്ന് അത് പറഞ്ഞില്ല. ലാലേട്ടാ ബ്ലോക്കിംഗ് തുടങ്ങിയതാണ്, ബ്ലോക്കിംഗ്. അതൊരു പൊതുവേദിയിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. അതൊക്കെ പേഴ്സണൽ കാര്യം അല്ലേ നീ ചേച്ചി? ഒന്ന് പറഞ്ഞു നോക്കിയാണത്. ഞാൻ പറയൂല, പറഞ്ഞു നോക്ക്. എനിക്ക് ആൾക്കാരെ പേടിയാ. പിന്നെ മൂപ്പര് ആ നടന്നു വരുന്ന, ഐ തിങ്ക് ഓൺലി അഖിൽ ഐ ഹവ് സീൻ ആഫ്റ്റർ ദാറ്റ്. മൂപ്പര് നടന്നു വരുമ്പോ ആ ഒരു മുണ്ടൊരു ബ്രോ ഇല്ലേ, അത് സൂപ്പറായിട്ട് അഖിൽ ചെയ്യും. ഏതെങ്കിലും അഖിൽ കവലു ഡ്യൂപ്ലിക്കേറ്റ്. ഞാനും അറിഞ്ഞിട്ടില്ല ചേച്ചി അതൊന്നും. ഞാനും ചേച്ചി 2015 അല്ലേ ചേച്ചി USA ഞാനും ചേച്ചി ലാലേട്ടനും പരിപാടി നമ്മൾ പണ്ട് തുടങ്ങിയ പണിയാണെന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ എന്റെ ഹോം, എന്റെ ആൾക്കാർ എവിടെ, എന്റെ ആൾക്കാര് ചേച്ചി പിന്നെ നമ്മുടെ ചേച്ചി സ്കിറ്റ് സ്കിറ്റ് അത് നമുക്ക് ഇറക്കാം. ഒരു കാര്യം ചെയ്യാം, ലാലേട്ടൻ സ്പെഷ്യൽ ഒരു സ്കിറ്റ് ആയാൽ എന്തായിരിക്കും, പിന്നെ. അടിപൊളിയായിരിക്കും അല്ലെ? ഇന്നത്തെ എപ്പിസോഡ് ഒരു എന്താ പറഞ്ഞ ലാലോളം ആയിക്കോട്ടെ. യെസ്, ലാലോളം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതാ വരുന്നു ലാലേട്ട, ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് ആൻഡ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് സ്കിറ്റ്. സോ ഫ്രം us to him, happy birthday അയ്യോ കുറച്ച് ദിവസം കൊണ്ട് നിന്നെ ഞാൻ നോക്കി വെച്ചേക്കാണ്. ഇന്ന് നീ ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, ചിക്കൻ കറി, ഇന്ന് ഞാൻ നിന്നെ തട്ടും. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? വന്ന് വന്ന് കോഴി വരെ ലാലേട്ടന്റെ ഡയലോഗ് പറഞ്ഞു തുടങ്ങിയ. അവിടെ നല്ലടാ, ഇവിടെ അതിമോഹമാണ് മോനെ, അതിമോഹം. ഈ കോഴിയെ കറി വെച്ച് കഴിക്കാന്നുള്ള നിന്റെ അതിമോഹം അത് തെറ്റായിരുന്നു തോന്നുമ്പോ നീ വാ, കോഴിയുടെ 2-3 കൂടെ പറിച്ചു തരാം. അത് നിനക്ക് ചെവിയിൽ വെച്ച് ഇങ്ങനെ കറക്കി തിരികിരാൻ വെച്ച് ആശ തീർക്കാം, നിനക്ക് ആശ തീർക്കാം. അച്ഛ ലാലേട്ടന്റെ വലിയ ഫാനാണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് എനിക്കൊരു ചിക്കൻ കറി കഴിക്കട്ടെ ഈ വീട്ടില്? ഇങ്ങോട്ട് നോക്കാം, ഞാനാണ് ലാലേട്ടന്റെ ഫാന്, നിന്റെ അമ്മയാണ് ലാലേട്ടന്റെ ഫാന്. വെറും ഫാനല്ല, ഹെലികോപ്റ്ററിന്റെ മുകളിലുള്ള ഫാനില്ലേ, അതിനേക്കാളും വലിയ ഫാനാണ് അവള്. നിനക്കൊരു കാര്യം അറിയാമോ, എല്ലാവർക്കും ആഗ്രഹമാണ് വീട് വെക്കണമെന്ന്. ഞാനും വീട് വെച്ച്. അങ്ങോട്ട് നോക്ക്. ഇതെന്താ പിസ്സ ഗോപുരം ഇങ്ങനെ ചരിഞ്ഞിരിക്കാനായിട്ട്? ചെറിയ ചരിവുണ്ട്, കാരണം നിന്റെ അമ്മ മോഹൻലാലിന്റെ ആരാധികയായതുകൊണ്ട് അങ്ങനെ വീട് വെക്കാൻ പറഞ്ഞു. ഞാൻ ചരിച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. എന്റെ ശരിക്കുള്ള പേരെന്തിനാണ്? ദിവാകരൻ. നിന്റെ അമ്മ എന്നെ വിളിക്കുന്ന എന്തിനാണ്? മംഗലശ്ശേരി നീലകണ്ഠൻ. നിന്റെ അമ്മയുടെ പേരെന്തിനാണ്? ഉഷ. അവളിട്ടിങ്ങനെ പേരെന്തിനാണ്? മംഗലശ്ശേരി ഭാനുമതി. അങ്ങനെ വരുള്ളൂ. കാര്യം വെച്ചാൽ മോഹൻലാലിന്റെ കടുത്ത ആരാധികയാണ്. സത്യം പറഞ്ഞ ഈ വീട്ടിൽ ഉയിര് പേടിച്ചാണ് ജീവിക്കുന്നത്. എന്ത് പറ്റിയാ? അവള് മൺവട്ടി എടുത്താൽ ഞാൻ ഓടും. എന്തിന്? ദൃശ്യത്തിലെ വരണ്ട ബോഡി കുഴിച്ചിട്ടോ എന്നോട് കൊണ്ട് കുഴിച്ചിട്ടാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും രാജാക്കാട്ട് പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ട് മൂടിയിട്ട നീ കണ്ടുപിടിക്കണം. ഞാൻ പിറ്റേ ദിവസം തന്നെ വന്ന് അച്ഛനെ ഞാൻ കുഴിച്ചെടുക്കും. അങ്ങനെ കുഴിച്ചെടുത്താലേ പശുക്കുട്ടിയല്ലേ കിട്ടുള്ളൂ, എന്നെ കിട്ടൂലല്ലോ. അതാണ് എന്റെ ടെൻഷൻ. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഞാൻ സഹിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. എനിക്ക് എന്തിനാ പ്രണവെന്ന് പേരിട്ടത്? ലാലേട്ടന്റെ മോന്റെ പേരായതുകൊണ്ട്. ആയിക്കേ, കുഴപ്പമില്ല. എല്ലാ മക്കളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ അമ്മയുടെ പേരല്ലേ ചേർക്കണത്. എനിക്കെന്തിന് പ്രണവ് മോഹൻലാൽ എന്നിട്ടത്? നിന്റെ തന്തയല്ല എന്റെ തന്ത. അല്ലല്ല, ഞാൻ ഡയലോഗ് പറഞ്ഞേ, പെട്ടെന്ന് ഒരു ഡയലോഗ് അടിച്ചു നോക്കി, 5 ഡയലോഗ് അടിച്ചു നോക്കിയതാണ്. നാണക്കേട് കാരണം വെളിയിറങ്ങി നടക്കാൻ പോയി, അറിയാമോ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. അമ്മ എവിടെ പോയച്ചാ? ആകാശത്ത് മഴ കണ്ടപ്പോഴേ ഒരു വട കൊടുത്തോണ്ട് പോയതാണ് ആ പുഴയിലോട്ട്. അയ്യോ, അപ്പൊ ഇന്നും നാരായി. നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാതെ ഒന്ന് വിളിക്കാച്ചാ. ഞാൻ വിളിക്കാം. വേദാലുയാ, വേലാലത. നിങ്ങൾ ഈ സൈക്കിൾ ഇറക്ക ഡയലോഗ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നാണം കെടും. ഞാൻ വിളിക്കാം. അമ്മ വരണം, അത്രയല്ലേ ഉള്ളൂ. വേലായുധേട്ടാ, ഒരു അടിക്കുള്ള കോളത്തിട്ടോട്ടെ. അടിപൊളി.
കാര്യമുണ്ട് ഈ വയസ്സാകാലം അവിടെ കിടക്കട്ടെ. കോഴി എന്റെ പിറകെ കേട്ടാ. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരുന്നപ്പോ ഈ ഭ്രമരം വരുന്നത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, വടവുമായി എടുത്ത് ചാടി ഇതങ്ങ് വലിച്ചെടുത്തു. മോനെ, ആ പുഴയാണ് എന്റെ അമ്മ. അപ്പൊ അറബിക്കടലാണ് എന്റെ അപ്പൂപ്പായി. അല്ല പുഴ അമ്മയാകുമ്പോ അറബിക്കടൽ അപ്പൂപ്പനാവൂല, അതുകൊണ്ട് ചോദിച്ചതാ. മോനെ ദിനേശ, നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട് അപ്പുക്കുട്ടാ. ഞാനൊരു കാര്യം പറയാം, എനിക്കല്ല കൂടുതൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് കൂടുതൽ. ഇത് കൂടുതലല്ല, വളരെ കൂടുതലാണ്. എന്ത് കൂടുതലടാ? എന്ത് കൂടുതൽ? നീ എന്ത് കൂടുതൽ? എടാ, ഇവിടെയുള്ള സകല മലയാളികൾക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്, അത് നീ മനസ്സിലാക്കണം. പിന്നല്ലാതെ അല്ല. ചങ്കിനകത്ത്, ലാലേട്ടൻ, ചങ്കിനകത്ത്. ലാലേട്ടൻ. ആ, അച്ഛാ അങ്ങനെ ഉണ്ട്, ഇല്ലെന്നെ ചങ്ക് കാണൂല. എടാ, എത്ര എത്ര വലിയ ആർട്ടിസ്റ്റുകളെന്ന് അറിയാമോ നമ്മുടെ ലാലേട്ടനെ അനുകരിച്ചിരിക്കുന്നത്? ആരനുകരിച്ചു? ആ, നീ നോക്ക്. ഹിന്ദുക്കൾക്ക് അവൻ നരസിംഹം, ഇസ്ലാമികൾക്ക് അവൻ അലിഭായി, ക്രിസ്ത്യാനികൾക്ക് ഇട്ടിമാണി. നമുക്കൊരു ബിഗ് ബ്രദർ ആണടാ ലാലേട്ടൻ. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ഒരു സർവകലാശാലയാണ്. പിന്നല്ലാതെ അതൊക്കെ ഓക്കെ അമ്മ, പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഈ വീട്ടിൽ ജീവിക്കുന്നോണ്ട് എന്നെ നാട്ടുകാർ കളിയാക്കണം. എന്റെ എമ്പുരാനെ, തമ്പുരാനെന്നല്ലേ? മോഹൻലാലിന്റെ ഫാനല്ലേ, 6-ാം തമ്പുരാനെന്ന് വരെ പറയും. വടക്കുന്നാഥ, എന്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണേ. അമ്മ എനിക്ക് വിശക്കണമ്മ, എന്തെങ്കിലും കഴിക്കാൻ താ അമ്മ. മോനെ, എന്റെ അപ്പുക്കുട്ട, നിനക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ട്. എടാ, ഈ സ്നേഹ വീട്ടില് ഈ അമ്മ നിന്നെ പട്ടിണിക്കിടുവോ? അടുക്കളക്കകത്ത് നല്ല ചൂട് ലോക്പാൽ അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കുടി. 2 അങ്കിൾ പെണ്ണും കൂടെ തന്നിരുന്നെങ്കിൽ തിന്നായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ വീട്ടില്. ഗ്യാസ് നോവ. എടാ, ഗ്യാസ് നോവേന്ന്, ഗ്യാസ് ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉദയന്റെ വിളിച്ച് പറയാം. അപ്പൊ ഉദയനാണ് താരം. ആ, ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഗ്യാസും കൊണ്ടുവന്ന ഉദയനാണ് താരം. ആ, പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു നേര് പറയാനുണ്ട്. പറയാമ്മ പറ. എന്തിനാണ്? പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എന്നാ പറയണ്ട. ഒപ്പം നിന്നാ പറയാം. എന്നാ പറ. പറയാം. ഞാനേ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് വഴി നടന്നു വരുമ്പോ ആ സൂര്യഗായത്രിയും ചന്ദ്രലേഖയും കൂടെ നടന്നു പോണു. നമ്മുടെ സൂര്യഗായത്രിയും ചന്ദ്രലേക്ക്. ആ, അവരുടെ പുറകെ ഒരു ചെറുക്കൻ ഒരു താളവട്ടം കറങ്ങണ പോലെ ഒരു കറക്കം. ഇത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ ജനതാ ഗാരേജിന്റെ സൈഡിൽ കയറി അങ്ങ് ഒളിച്ച്. എന്നിട്ട് ഞാന് അവിടെ നിന്നൊരു തിരനോട്ടം വെച്ചങ്ങ് കൊടുത്ത്. എടാ, ആ ചെറുക്കനും ചന്ദ്രലേഖയും കൂടെ അരും പ്ലസ് ഒര കിന്നര മക്കളെ. അമ്മയോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരുടെ ഉള്ളടക്കം ഇവിടെ ഒന്ന് പറയരുത്. ഞാൻ കണ്ടത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ട്, ആ ചെറുക്ക എങ്ങനെയുണ്ട്? ഒരു മിന്നാരം പോലെ കണ്ടതേ ഉള്ളൂ. കൂതറ. അതും സിനിമാ പേര്. ഈ വീട്ടിൽ സിനിമാ പേര്, സിനിമാ പാട്ട് മാത്രമേ ഉള്ളാവൂ. നല്ല കാറ്റ്, നല്ല നാടോടിക്കാറ്റ്. മാമ്പഴക്കാലമാണ്. ഇപ്പൊ പോയാ തേങ്ങാവിൻ കൊമ്പത്തുനിന്ന് നല്ല കിളിച്ചുണ്ട മാമ്പഴം കൊണ്ടുവരാ. അവിടെ നിൽക്കുന്ന കൂടെ വാ. പോയി നിങ്ങള്, പോവയല്ലേ? കൂടെ വരാൻ. പോയി ഞാൻ വരാം. പാണ്ഡവാറിനെ കൂടെ വാ ഇങ്ങോട്ട്. അപ്പോ അയ്യോ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്ന് പറഞ്ഞ കണക്കായല്ലോ ഈശ്വരൻ. വന്ന് ഞാനും ഇപ്പൊ സിനിമാ പേര് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒരു പാസ്പോർട്ടും വിസ വെപ്പിച്ച് അക്കരെ അക്കരെ അക്കരെ. വീണ്ടും സിനിമാ പേര്. അമ്മ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് സംസാരിച്ചാലും ലാലേട്ടന്റെ പാട്ടോ സിനിമാ പേരോ എന്തെങ്കിലും വരും. ഇവിടെ ആരുമില്ലേ? ഉണ്ടേ, കേറി പോന്നോ? നമസ്കാരം. നമസ്കാരം. അല്ല, ഇവിടെ ഓട്ടോ ഓടിക്കാൻ ആള് വേണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി വന്ന. ചേട്ടന്റെ പേരെന്തോന്നാ? എന്റെ പേര് സുനി. നടക്കൂലേട്ടാ, വിട്ടോ. ഞാൻ ഒന്ന് തിരിച്ചിടാൻ പറ്റുമോ? ഓട്ടോ വേണി തിരിച്ചിടാം. ഓട്ടോ തിരിച്ചിടുന്ന കാര്യമല്ല പറഞ്ഞ. സുനിലെ, നീ ഒന്ന് തിരിച്ചിട്ട് തീ ആക്കാൻ പറ്റുമോ? എന്തിനാ? ഈ സുന്ദരി എന്നാണ് നമ്മുടെ ഓട്ടോയുടെ പേര്. അപ്പൊ സുന്ദരി ഓട്ടോ ഓടിച്ചത് ലാലേട്ടന്റെ സുധി എന്ന് പറഞ്ഞ കഥാപാത്രം. സുധി എന്ന് പേരുള്ള ഒരാൾ വന്നാലേ നമ്മളെ സുന്ദരി ഓട്ടോ ഓടിക്കാൻ എന്റെ അച്ഛനും അമ്മയും കൊടുക്കുള്ളൂ. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ അച്ഛനും അമ്മയും ലാലേട്ടന്റെ മുടിഞ്ഞ ഫാനാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഞാൻ തൊട്ടടുത്ത് വാടക താമസിക്കാണ്. ഞാൻ പട്ടിണിയാവും. എനിക്ക് ഈ ജോലി എങ്ങനെയും തന്നെ, പ്ലീസ്.
ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനേക്കാൾ എന്റെ സുന്ദരിയായിട്ടൊരു അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 5 വർഷമായിട്ട് അത് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം, ഞാൻ ചേട്ടനെ രക്ഷിക്കണം. പക്ഷെ ചേട്ടൻ എന്റെ കൂടെ നിൽക്കണം. ഞാൻ നിൽക്കുന്നു. അച്ഛനും അമ്മയും വരുമ്പോ അവരൊന്ന് ഇംപ്രസ് ചെയ്യണം. പിന്നെ? അവരെന്ത് ചോദിച്ചാലും എന്ത് നിങ്ങൾ പറയുന്നതും ലാലേട്ടന്റെ സിനിമാ പേരോ സിനിമാ പാട്ടോ സിനിമാ പേരോ അത് എന്തെങ്കിലുമൊക്കെ വെച്ച് പറഞ്ഞു ആയിക്കോട്ടെ. അല്ലാതെ ഒരിക്കലും പൊളിയരുത്. ഞാൻ പറയില്ല. അപ്പൊ ചേട്ടന്റെ പേരെന്തോ? സുനി. സുനി അല്ല, സുധി. സുധി. ചേട്ടന്റെ അച്ഛന്റെ പേരെന്തോന്നു? രാജൻ. രാജനല്ല, ബാലേട്ടൻ. ബാലേട്ടൻ. ചേട്ടന്റെ നാളെന്തോന്നാണ്? എന്റെ നാള് മൂലം. മൂലം പോരല്ലേ ചേട്ടാ? രാത്രി വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഇരുന്ന് അതല്ല ഞാൻ പറഞ്ഞത്. ഈ മൂലം എന്ന് പറയുന്ന നാള്, മൂലം എന്ന് പറയുന്ന നാള് പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിഥുനത്തിലെ മൂലം ആക്കിയാലോ? അടിപൊളി. ആക്കല്ലേ? അപ്പൊ അവര് എന്ത് ചോദിച്ചാലും ചേട്ടൻ പറ്റി ചെയ്യണം. അപ്പൊ ലാലേട്ടന്റെ ഡയലോഗും സിനിമാ പേരും ഒക്കെ അറിയാലോ. പിന്നെ വാക്കസ്തേ സവാരി ഗിരിഗിരി എടഞ്ഞ കൊമ്പന്റെ കിട്ടണമണി തൊട്ടി കയറ്റി കളിക്കരുത്. ഇടഞ്ഞ കൊമ്പന്റെ എവിടെയെന്ന് പറഞ്ഞത്? ഇടഞ്ഞ കൊമ്പന്റെ മൂക്കിൽ 2 പഞ്ഞിയും കൂടെ വെച്ചുകൊടു. എടാ കൃഷ്ണമണി ഇടഞ്ഞ കൊമ്പന്റെ. അപ്പൊ ചേട്ടാ ഞാൻ പറഞ്ഞ ഓർമ്മയോണം. അതായത് കാടിറങ്ങി വരുന്ന വരയം പുലികൾക്ക് അന്തകനാകണം. കണ്ട നല്ല മുരുകൻ എന്ന മുരുകൻ കിടക്കി എന്റെ നടുവൊന്ന് കുളുക്കി ഒന്ന് പൊക്കൊന്ന് ഒന്ന് പിടിച്ചു ഒന്ന് ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. കിടക്കണം, ഒന്നും വിട്ടു കൊടുക്കരുത്. ഞാൻ ചേട്ടനോട് കാട്ടാക്കി അച്ഛാ അമ്മ ഓട്ടോ ഓടിക്കാൻ ഒരാൾ വന്നിരിക്കാണ്. ആരുടെ ഓട്ടം ഓടിക്കാൻ വന്നത്? ആരാടാ ഓട്ടം ഓട്ടിക്കാൻ വന്നത്? ഓട്ടോ ഓടിക്കാനല്ല, ഓട്ടോ ഓടിക്കാൻ. നമ്മളെ സുന്ദരി ഓട്ടോ ഓടിക്കാനേ സുധി എന്നും പറഞ്ഞൊരു ഓട്ടോക്കാരൻ വന്ന്. ഓ എവിടെ? വിളി വിളി വിളി. മുകുന്ദേട്ടാ, ദാ സുമിത്ര വിളിക്കുന്നു. ഹലോ. നമസ്കാരം. ജയറാമേട്ടനല്ല, ലാലേട്ടായി. നമസ്കാരം. നമസ്കാരം മാത്രം മിണ്ടാത്തവര്. അവര് ഹലോ പറയുമ്പോ നമസ്കാരം അല്ല പറയണ്ട, വന്ദനം പറയണം. എന്നാ വണ്ടാനം. വണ്ടാനം അല്ല, പുന്നപ്രായൻ. എന്റെ മനുഷ്യ വന്ദനം, ചന്ത, ഇന്ത, ചന്ദ്രിക എന്നൊക്കെ പറയാം. അതിന്റെ ഇന്ത പറ. എന്നാ വന്ദനം. വന്ദനം 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 വന്ദനം. തുടക്കം മുതലേ ഒരു എന്തോ ഒരു ബബ്ബല്ലേ. ഞാൻ ചോദിക്കാം, പേരെന്തോന്ന്? സുധി. അച്ഛന്റെ പേര്? ബാലേട്ടൻ. എവിടെ സ്ഥലം? നമ്മുടെ വീട് തിരുവനന്തപുരം. നമ്മുടെ മോഹൻലാലിന്റെ വീട് അടുത്താണ്. എവിടെ? മോഹൻലാലിന്റെ വീടിന്റെ അടുത്ത്. എവിടെ എവിടെ എവിടെ? നെടുമ്പല വീട്. മനസ്സിലായില്ലേ? ആ ലാലേട്ടന്റെ വീടിന്റെ അടുത്താ തിരുമല വീട്. തിരുമല അല്ലല്ലേ വീട്, അത് മുടമോളല്ലേ വീട്. മുടമോളിലാണ് വീട്. പാട്ടില് വരെ ഉണ്ട്. എവിടെ വരെയാണ് ഇവിടെ വന്ന്? അതങ്ങനെ മുനിയണ്ടി പണ്ടാരങ്ങൾ മുറ്റത്താറായല്ലോ തിരുമല വീട്, ഇത് അറമല വീട്. പേയാടെന്ന് വരുമ്പം പൂജപ്പുര തിരുമല അങ്ങനെ പോണം. അങ്ങനെ അപ്പൊ ശരിയാ ശരിയാ, അത് കൊള്ളാല്ലേ. അപ്പൊ ഓക്കെ, ഉറപ്പിക്കാം. പിന്നെ ഒരു കാര്യം, ഓട്ടോയുടെ കാര്യം ഓട്ടോ നമുക്കുള്ളതാണ്. പക്ഷെ അതിന്റെ ഉടയോ ഞാൻ മാത്രമാണ്. ആയിക്കോട്ടെ. അതുകൊണ്ട് പറയുകയാണ്, വണ്ടി ഓടിക്കുമ്പം സ്പിരിറ്റ് അടിച്ചോണ്ട് ഓടിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, മനസ്സിലായ? മാത്രമല്ല ഈ വണ്ടിയിൽ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല. അത് കുഴപ്പമില്ല. നമുക്ക് പിന്നെ വണ്ടി പയ്യെ ഓടിച്ചു കഴിഞ്ഞാൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചോദിക്കോളെ. താക്കോല് തരുന്നതിന് മുമ്പേ ഞാൻ പറയാം, നമ്മൾ ഈ ഓട്ടോയുമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടാന്നറിയാമോ? പളനി. പഴനിമല മുരുകന് പള്ളിവേലായതോ പാറിപ്പറയിൽ വാഹനോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹോയ് തങ്കിടക്കത്തില്ലെന്തില്ലം തളങ്കിടക്കത്തന്റെ വ്രതം മേലെ കാവിൽ പൂര കാവടി പീലി കോലടി പാണ്ടിപ്പടിയുടെ മേളം കാവടി മേളം. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തെ പഴമേ, കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തെ പഴമേ. ഏതാങ്കിടക്ക ഏതാങ്കിടക്ക
താങ്കടക്ക തില്ലം തില്ലം തറാങ്കടക്ക ചെണ്ടമതകം മേലെ കാവിൽ പൂരക്കാവടി പീലിക്കാവടി പാണ്ടിപ്പടയടി മേളം ഓ കാവടി മേളം. വേൽ മുരുകാ അണ്ണാ അണ്ണാ നോക്കടാ വെട്ടിയിട്ട വാർത്തണ്ടല്ലോ കിടക്കുന്നു. അണ്ണാ സ്തുതിയിൽ ഉണരും ഇവിടെ കേട്ട് തുള്ളിയിൽ ഉണർന്ന് പാടി. ഇതെന്താ ഇങ്ങനെ? ഇത് നിങ്ങൾ ലാലേട്ടന്റെ വെറും ഫാനല്ലേ? ആ കിടക്കണത് ലാലേട്ടന്റെ ഡൈഹാർഡ് ഫാനാ, ഡൈഹാർഡ് ഫാൻ. അതാണ് പറയണത്. ഈ 20-ാം നൂറ്റാണ്ടിലും കിരീടവും ചെങ്കോലും അണിഞ്ഞ് രാജാവിന്റെ മകനായി രാവണ പ്രഭുവായി അഗ്നിദേവന്റെ ഇന്ദ്രജാലം മലയാള സിനിമയിൽ എന്നും എപ്പോഴും ഓർമ്മിക്കാൻ ഓമനിക്കാൻ ഹൃദയപൂർവം നമ്മുടെ സ്വന്തം ലാലേട്ടൻ തുടരും. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. പക്ഷെ അപ്പൊ എനിക്കൊരു കാര്യം പറയണ്ട കേട്ടോ. ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഇന്ദ്രജാലം കണക്കുള്ള സ്ക്രിപ്റ്റിന് ഞങ്ങളുടെ അലിബായ് ആൻഡ് ടീമിന്റെ വക 20 out of 20. കോമഡി മാസ്റ്റേഴ്സിൽ ഒരിക്കലും കോമഡിക്ക് ഒരു കുറവുമില്ല. ഞങ്ങൾ വടക്കേക്കരക്കാരുടെ സ്ക്രിപ്റ്റിനോ ടീമിനോ പഞ്ഞൂല. ഒരു കിടൻ ടീമായിട്ട് വരാൻ പോണു. ആരൊക്കെയാ പറഞ്ഞു കൊടുക്കടാ? നമ്മുടെ രഞ്ജിത്ത് മാമൻ, രഞ്ജിഷേട്ടൻ, നിമിഷ, ഇവർക്ക് ഒരേ വാശി ഞങ്ങളുടെ വടക്കേ ടീമിന്റെ കൂടെ മാത്രമേ നമ്മൾ വരത്തുള്ളൂ. കാരണം ഞങ്ങള് ഇവിടെ പറഞ്ഞേ പറയട്ടെ, എവിടെയെങ്കിലൊക്കെ പറയണ്ടേ, നമ്മുടേത് മാത്രമേ നല്ലതുള്ളൂ. പിന്നെ ഞങ്ങൾ വിചാരിച്ച അവര് വരട്ടെ, അവരുടെ ആഗ്രഹമല്ലേ അല്ലേ? സംഭവം അഖിലേട്ട വേറൊന്നുമല്ല, നമ്മൾ കേറി കൗണ്ടർ അടിക്കുന്നവർക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ശ്വാസം വിടാതെ സംസാരിക്കുന്നത്. വിളിച്ചോട്ടെ ഇനി. ഞങ്ങളുടെ കൗണ്ടറുകൾ വർത്തമാനത്തിലല്ല, സ്കിറ്റുകളിലാണ്. ദാ വരുന്നു കൗണ്ടറുള്ള കിടിലം സ്കിറ്റ്. ചേച്ചി ബാറ്ററി ഓൺ ചെയ്തു. ബാറ്ററി ഓൺ ആണ്. കൗണ്ടറുള്ള സ്കിറ്റ് കാണാം. പിന്നെ കാണാതിരിക്കാൻ വയ്യ, വേഗം തുടങ്ങാം അങ്ങോട്ട്. പ്രിയപ്പെട്ട ദൂരയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളെ ഉള്ളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ച് സന്തോഷത്തോടും സമാധാനത്തോടും യാത്ര ചെയ്യുവാൻ വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ടോയ്ലറ്റിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേക കോംബോ ഓഫറുകൾ നിലനിൽക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സഹകരിക്കണം. ഇപ്പം വളരെ കഷ്ടമാണ് ബിസിനസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കോംബോ ഓഫർ, ഈ ടോയ്ലറ്റിൽ ഇന്ന് 5 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നവർക്ക് ഒരു സ്നാക്കി ഫ്രീ. പിന്നെ കപ്പിൾസിന് ഒരുമിച്ചിരിക്കാനുള്ള ക്യാബിൻ സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് അകത്തിരുന്ന് കാര്യങ്ങൾ നടത്തുവാൻ ഞാൻ അകത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. വരുവിൻ, കാണുവിൻ, സാധിക്കുവിൻ, പോകുവിൻ. ഒരനക്കോയിലെടുക്കുന്നില്ല, അതാകെ പറഞ്ഞു തോന്നണില്ലേ? ഈ ചൂട് കാരണം എന്റെ ബിസിനസ് പൊളിയോന്നാണ് തോന്നുന്നത്. കാരണം ഈ ആൾക്കാർ കുടിക്കുന്ന വെള്ളം അത്രയും വേർത്ത് പോവേല്ലേ, ആർക്കും മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ ബിസിനസ് ആകെ പൊളിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ രാവിലെ വന്ന് ഒന്നിന് പോണോന്ന് പറഞ്ഞ് കയറി പോവുകയും ചെയ്ത്, എന്നിട്ട് ഇതുവരെ കാണാനുമില്ല. എവിടെ പോയോ എന്തോ. അകത്തിട്ട് ആരെങ്കിലും കൊല്ലണാടാ. ഈ ബഹളം കേട്ടിട്ട് എനിക്ക് തോന്നുന്നേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ 1-2 മാറുമെന്നാണ് തോന്നുന്നത്. കൊണ്ട് നടക്കും, നടക്കട്ടെ, ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. പൈസ കാര്യമല്ലേ? പറഞ്ഞിട്ടു ഒന്നിന് പോയത് ഈ ഒന്നിന് പോവാനാണ് നീ അകത്ത് കിടന്ന് ഈ പുലിമുരുകന്റെ ട്രെയിലർ ഓടിച്ചത്. അത് ഒന്നിന് പോയതിന്റെ സൗണ്ട് അല്ല കേട്ടത്. പിന്നെ അതെന്തിന്റെ ബഹളം? അകത്ത് കയറി പോയപ്പോഴേ എന്റെ നിക്കറിന്റെ കെട്ട് പിണഞ്ഞു പോയി, അഴിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനു ഇത് വലിച്ചു കീറി ഇങ്ങെടുത്ത്. പിന്നെ എന്ത് ചെയ്യേ? ഇതാ 1 പോയതിന്റെ 500 രൂപ. രാവിലെ 500 രൂപ നോട്ടും കൊണ്ട് വരും 5 രൂപയ്ക്ക്. ഞാൻ എവിടെ നിന്ന് ബാലൻസ് തരും? ആരെങ്കിലും ഒക്കെ വന്നിട്ട് തരാം. പറ്റൂല, എനിക്ക് ബാലൻസ് വേണം. ഇങ്ങനെ പറഞ്ഞ എന്തിനാണ്? രാവിലെ നേരം വെളുത്തല്ലോ, ആരെങ്കിലും വന്നിട്ട് തരും. എനിക്ക് ബാലൻസ് കിട്ടിയേ പറ്റൂ. ഇവിടെ ആരെങ്കിലും വരട്ടെ, വന്നിട്ട് തരാന്ന്. ബാലൻസ് വേണമെന്ന്. ബാലൻസ് തരൂല, ഇപ്പൊ തരുമല്ലോ. കുപ്പി എന്തിന്? ഞാൻ ഒഴിച്ച മൂത്രം എടുത്തോണ്ടോ കൊണ്ടുപോടാ കുപ്പി കൊണ്ട്. എന്റെ പൈസ ഒക്കെ ഞാൻ തരും. മര്യാദയ്ക്ക് പൈസ എടുക്കാനാണ് പറഞ്ഞത്. എടാ ഒന്ന് മയത്തി സംസാരിടാ. ഇതെന്തൊരു സൗണ്ട്? കുറച്ച് മയത്തിൽ സംസാരിച്ചു. ഞാൻ മയത്തിലല്ലേ സംസാരിക്കണത്? എന്റെ മയം ഇങ്ങനെ തന്നെ. നിന്റെ മയമാണോ ഇത്? ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിനാണ് നിങ്ങൾക്ക് പെണ്ണു പോലും കിട്ടൂല. പറഞ്ഞേട്ടാ,
ആര് പറഞ്ഞു പെണ്ണ് കിട്ടൂലെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. പക്ഷെ എന്റെ ആദ്യ രാത്രി പൊളിഞ്ഞു പോയി. ഈ മയോല്ലേ പിന്നെ എങ്ങനെ പൊളിയായിരിക്കും? എങ്ങനെ പൊളിഞ്ഞത്? പറഞ്ഞുതരാം. ആദ്യ രാത്രി ഭാര്യ വന്ന് നിന്നപ്പോ ഞാൻ അവളുടെ അടുത്ത് ഒരു ഗ്ലാസ് പാല് ചോദിച്ചു. അവള് നിന്ന് കരയണ്. അതെന്തൊരു സ്വഭാവം! ആദ്യ രാത്രിയായിട്ട് ഒരു ഗ്ലാസ് പാല് ചോദിച്ച പെണ്ണെന്തിനു കരയണത്? അത് തന്നെ. നിങ്ങൾ എങ്ങനെ ചോദിച്ചത്? ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വാ. അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നിട്ട് പാല് കിട്ടിയാ? ഞാൻ ചൂടായിട്ടല്ലേ ചോദിച്ചത്. അവള് ചൂട് പാല് കൊണ്ടുവന്നു. ഞാൻ എടുത്ത് വായിക്കാത്തൊഴിച്ച്. എന്നിട്ട് വായിക്കാത്തൊരു ചെറിയ നാക്കില്ലേ, അണ്ണാക്ക്, അത് കാണാനില്ല. അത് ഈ നമ്മുടെ ഒച്ചിനെ ഉപ്പിടുമ്പോ അത് ഒച്ചുരുവി പോകൂലേ, അതുപോലെ അത് ഉരുവിപ്പോയി. അണ്ണാക്കല്ല. അടച്ചിട്ട് പറ. അത് അണ്ണാക്കല്ല, പിന്നെ ബബിൾ കൊട്ടിച്ച് വെച്ചിരിക്കണത്. അല്ലെങ്കിൽ ആൾക്കാർ പരിഹസിക്കും. എവിടെ പോണണ്ണ? ഞാനാ ഹണിമൂണിന് പോണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹണിമൂണാടെ. അതെന്ത്? അല്ല, ഒറ്റയ്ക്ക് പോണം, അതുകൊണ്ട്. ഒറ്റയ്ക്കല്ല, പിന്നെ എന്റെ ഭാര്യ നിശ്ചയം വന്നിട്ടുണ്ട്. അവൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പോയി. ഒരു നിക്കറും കൂടെ വാങ്ങിക്കണമായിരുന്നു. വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അല്ലേ, ഹണിമൂണിന് എവിടെ പോണേ? അടുത്ത് പറയരുത്. ഇല്ല, ഊട്ടി പോണേ. നിനക്ക് പ്രാന്താണ്. ഊട്ടി നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. ഭാര്യ പറഞ്ഞു കാമാൻ കൂളെന്ന്. ഇങ്ങനെ പോകുമ്പോ കാമാൻ കോട്ട. അതെന്തെന്നറിയോ? ബാക്കി തരാം. ഊട്ടി പറഞ്ഞുപോയി. ഊട്ടി കിടില സ്ഥലമാണ്. നിങ്ങൾ ഊട്ടി പോണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഊട്ടി പോയി ഒരാഴ്ച താമസിച്ചാണ്ടല്ല, നിങ്ങളെ ബന്ധം ഊട്ടി ഉറയ്ക്കും. അതെന്താ ഊട്ടി കിടന്ന് ആടണ? ഞാൻ പോയിട്ട് ഊട്ടി ഉറക്കായി. ഇതൊരു സ്വഭാവമാണ് ഇത്. സത്യം പറയല്ല, നിങ്ങളെ മുഖം നിങ്ങൾ തിരിഞ്ഞില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ മുഖം കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ ഭാര്യ ഇഷ്ടപ്പെട്ട് നിങ്ങളെ കല്യാണം കഴിച്ചതൊന്നുമല്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങളെ ഇഷ്ടം കാണുന്നു. എന്റെ ഭാര്യക്ക് എന്റെ അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കറിയാം അവൾക്ക് എന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന്. എങ്ങനെ അറിയാന്ന്? എന്റെ വിരലിലൊക്കെ തൊടുമല്ലോ അവള്. വിരലിലൊക്കെ തൊടും. അതൊന്നും ഇഷ്ടമൊന്നുമല്ല. ഭാര്യ ഉമ്മയൊക്കെ തരും. നിങ്ങൾ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കും? ഞാൻ ഭാര്യക്ക് ഉമ്മ കൊടുക്കൂല. ഉമ്മ ഒരു ഉമ്മ കൊടുക്കും. ഒരിക്കൽ ഭാര്യക്ക് ഉമ്മ കൊടുത്ത് ദിവാരം കൊണ്ട് ഗ്യാസ് കൊടുത്ത്. ഭാര്യക്ക് ഉമ്മ കൊടുക്കണേ, ദിവാരം ഗ്യാസ് കൊടുക്കണേ എന്തിനാ? അവന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്താ പിന്നെ ദിവാരം ഗ്യാസ് കൊടുക്കും. ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം ഭാര്യക്ക് ഉമ്മ കൊടുപ്പ് നിർത്തി. ഇത് നിങ്ങളെ ഭാര്യക്ക് അറിയാമോ? ഭാര്യക്ക് അറിഞ്ഞൂടാ. എന്ത്? ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ല, സർപ്രൈസ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാല്ല. ഈ സ്വഭാവമൊക്കെ മാറ്റണം. ഈ പുരിയൊക്കെ വെട്ടി ചെറുതാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ദാമ്പത്യ ജീവിതം തകർന്നു. എന്റെ ദാമ്പത്യ ജീവിതം വിജയത്തിലാണ്. ചുമ്മാ നല്ല വിജയത്തിലാണ്. ഈ മുഖവും വെച്ച് ചുമ്മാ സത്യം പറഞ്ഞുതരാം. വൈകുന്നേരം വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴേ ഞാനും എന്റെ ഭാര്യയായിട്ടെ കിടിലൊരു സംഭവം ഉണ്ട്. എനിക്ക് വിശ്വാസം. ആരും കാണാത്തപ്പോ ഉണ്ട്. എന്തായാലും വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോയി കുളിക്കും. കുളിച്ചിട്ട് മുണ്ട് കൊടുത്തോണ്ട് വരും. അപ്പോഴ് ഈറം തോർത്തൊക്കെ ഞാൻ തോളിയിട്ടിരിക്കും. ഭാര്യ ബാക്കിൽ കൂടെ വരും. എന്നിട്ടൊരു കിടിലം കളിയുണ്ട്. അടിപൊളി കളിയുണ്ട്. പയ്യെ പറഞ്ഞാ മതി, ഒന്നും വിടല്ലേ. സംഭവം എന്തിനാണ്? എന്റെ ഭാര്യ ബാക്കിൽ കൂടെ വരും. എന്നിട്ട് എന്റെ കണ്ണങ്ങ് കെട്ടും. എന്നിട്ട് വലിയ പാത്രം നിറച്ച് ഒരു ചോറ് കൊണ്ടുപോയി. എന്നിട്ട് ആ ചോറിനകത്തൊരു മുട്ട വയ്ക്കും. ആ മുട്ട ഞാൻ കണ്ടുപിടിക്കണം. അതാണ് കളി. വേറൊരു സംഭവമുണ്ട്. കിടില സംഭവമാണ്. നിങ്ങൾ ചുമ്മാ പാണയച്ചു പാൻറ് ഊരിയിട്ടുള്ള ഒരു കളി. കിടില കളിയാണ്. അത് പറ. നല്ല നല്ല കണ്ടന്റുകൾ ആദ്യം കയറ്റും ഞാൻ പറഞ്ഞിട്ടില്ലേ? അതല്ലേ ആദ്യം പറയേണ്ടത്. അത് പറ. പാൻറ് ഊരിയിട്ട് എന്റെ രണ്ട് കാലും പാൻറിന്റെ ഒരു കാലിൽ കയറ്റും. എന്നിട്ട് ഇങ്ങനെ ചാടി ചാടി പോയിട്ട് ഞാൻ ഭാര്യയെ തൊടും. അതാണ് കളി. ഇതുപോലെ വേറെ കളികളല്ലോ? വേറെ ഒരുപാട് കളികളുണ്ട്. സത്യം പറഞ്ഞല്ലേ, നിങ്ങൾ കല്യാണം കഴിക്കണ്ടായിരുന്നു. അതെന്ത്? ഏഷ്യൻ ഗെയിംസിൽ പോകും. അവിടെയാണ് ഇതുപോലെ വെറൈറ്റി കളികളുള്ളത്. പൈസ
എന്തിന്? ഏഷ്യൻ ഗെയിംസിന് പോവാൻ. ഏഷ്യൻ ഗെയിംസിനാ? ഊട്ടി പോവാൻ. ഊട്ടിയിലൊക്കെ പോവാ ആരെങ്കിലും പറഞ്ഞു തരുമല്ല അണ്ണാ? ഈ ഊട്ടി പോണോ നാക്ക് ഇത്ര നിർബന്ധം? എന്റെ ഭാര്യ നിഷയ്ക്ക്. നിശ്ചയിക്കാ? ഭാര്യയ്ക്കാ? ഭാര്യക്ക്. ഭാര്യ നിർബന്ധിച്ച് കൊണ്ടുപോകണോണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഊട്ടിയിൽ ഒരു സംഭവം നടന്നു. എന്തോന്ന് സംഭവം? ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഊട്ടി പോയി. എന്നിട്ട് ഭർത്താവിനെ ഒരു ചാക്കിനകത്ത് കയറ്റി മലയിലെ മുകളിൽ നിന്ന് ഉരുട്ടി വിട്ടു. കിടില കളി. അപ്പൊ ആ കളി കളിക്കാനാണ് നിഷ എന്നെ കൊണ്ട് പോണത്. അതല്ല, അവളെ കാമുകനോട് ആ ഭർത്താവിനെ ഒരു ചാക്കിനകത്ത് കെട്ടി കൊന്നു കുഴിച്ചു മൂടി താഴോട്ടിട്ടത്. എന്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്റെ ഭാര്യക്ക് കാമുകം ഇല്ല. അവള് ചാക്കം കൊണ്ട് വരേയില്ല. ആ കൊച്ചാക്ക് ചാക്ക് കിട്ടി. ആ ചാക്ക് കിട്ടി. ഓ വലിയ ചാക്ക. കാര്യം തീരുമാനമായി. ആ വലിയ ചാക്ക കൊച്ചാ. ദാണ്ട് ചേട്ടൻ എത്രയും വലുപ്പമുള്ള ചാക്ക്. ആ എന്തൊരു കാണിക്കണത്? ചാക്കിനകത്ത് കയറി നോക്കട്ടെ. എന്തിന്? ഇല്ലെങ്കിൽ അവൾ അകത്തിട്ട് കെട്ടുമ്പോഴേ ശ്വാസം മുട്ടി ചാവൂലേ. എന്റെ ചേട്ടൻ എന്ത് പണിയാണിത്? ഈ ചാക്ക് കൊണ്ട് തന്നെ എനിക്ക് ബാഗിൽ മടക്കി വെക്കാനുള്ളതാ. ഊട്ടി പോണ നിരക്കുന്നില്ല ചാക്ക്. അതെ, നമ്മൾ ഊട്ടിയിലോട്ടാണ് ട്രിപ്പ് പോണതേ. അപ്പൊ എന്റെ കൊച്ചൻ പറഞ്ഞു ഊട്ടി നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടുന്നു. അപ്പൊ ഈ ഒരു ചാക്ക് നിറയെ ക്യാരറ്റ് കൊച്ചന് കൊണ്ട് കൊടുക്കാം. ഒരു ചാക്ക് നിറയെ ക്യാരറ്റ് തിന്നാൻ നിന്റെ കൊച്ചിച്ചാരടി മോട്ടു മോയില. എപ്പോഴും എങ്ങനെ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞോണ്ടിരിക്കും. നിന്റെ വീട്ടുകാരെ പറ്റി എന്ത് പറഞ്ഞു? നിങ്ങൾ എന്താ പറയാത്തത്? എന്ത് പറഞ്ഞു? പോ മനുഷ്യ. എന്റെ പൊന്നു ചേട്ടൻ കേൾക്കണം. എന്റെ കേശവമാവ് മരിച്ച സമയത്ത് എന്റെ ചേട്ടൻ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. കേശവമാവൻ മരിച്ചപ്പോ ഇവളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എന്തുണ്ടാക്കി? ഇവളെന്ത് ചെയ്തെന്നറിയാമോ? കേശവമാവൻ മരിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ കുടുംബ ഗ്രൂപ്പായ വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഇടാൻ. ഇവളെന്ത് ചെയ്തെന്നറിയാമോ? കേശവമാവൻ വിട വാങ്ങി നിർണയന് പകരം കേശവമാവൻ വീട് വാങ്ങി നിന്നിട്ട് അത് കേട്ടോണ്ട് ഇവളെ 2 സഹോദരന്മാര് ഗൾഫിൽ നിന്ന് വന്ന് വീടിന്റെ ഷെയർ ചോദിച്ചു. ഒരേ വീട് പേടിച്ച്. ആര്? ഞാൻ. നിങ്ങളെ ചൂണ്ട്? ഈ എന്നെ തന്നെ ചൂണ്ടിക്കണോണ്ട് കത്തി എന്തിന്? അറിയാൻ. നിന്നെ അരിഞ്ഞ് ചാക്കി കയറ്റാൻ. ആപ്പിൾ അരിയാൻ. ആപ്പിൾ അരിയാൻ? ആപ്പിള് മാത്രല്ല, ആപ്പിൾ മാത്രം. മാങ്ങ അരിയാം, ചക്ക അരിയാം, പൈനാപ്പിൾ അരിയാം, മുസമ്പി അരിയാം. മൊസാമ്പി? അണ്ണ, നിങ്ങളെ മരണം ഉറപ്പാണ്. ഇത്രയും എല്ലാ സാധനങ്ങളുമായിട്ട് വന്ന സ്ഥിതിക്ക് നിങ്ങളെ തട്ടാൻ തന്നെ ഞാനൊന്ന് സംസാരിച്ചു. ഹലോ ചേട്ടാ, പറഞ്ഞല്ലേ കണിമുണ്ട് വേണല്ലേ? ഊട്ടിയില്ലല്ലേ? ഞാനൊരു സംശയം ചോദിച്ചോട്ടാ. എന്താ? മറ്റൊന്നും തോന്നല്ലേ? ഈ പിരിയൊക്കെ ഇത്രയുള്ള ഈ മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട്? നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ സ്വന്തമാക്കും. അതിനെ കൊള്ളാം. നിങ്ങൾ സൂപ്പർ എണ്ണ. എന്ത് ചെയ്യും? ഇനിയിപ്പം ഒറ്റ വഴിയേ ഉള്ളൂ. പറ. സ്നേഹം കൊണ്ടേ കീഴടക്കാൻ പറ്റൂ. നിങ്ങൾ സ്നേഹത്തിൽ എന്തെങ്കിലും പറ. ഐ ലവ് യു ഉമ്മ. ഇങ്ങനെയല്ല, സ്നേഹത്തോടു കൂടിയേ ഭാര്യയിൽ അടുത്തോട്ട് ചെല്ലണം. എന്നിട്ട് ചോദിക്കണം, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ആണ് വേണോ പെണ്ണ് വേണോ എന്ന് അവളോട് ചോദിക്കണം. അവള് പറയുമ്പോൾ ഉണ്ടായി കൊടുക്കാൻ ഞാൻ അവളുടെ ആർത്തയർത്തതാ. പ്രശ്നം നീയാണ്. നീ എന്നെ കൊണ്ട് ഊട്ടി പോണത് എന്റെ മുരയുടെ സ്വഭാവമായോണ്ട് തല്ലിക്കൊന്ന് ചാക്കിലാക്കി താഴോട്ട് ഉരുട്ടി വിടാനല്ലേടി? അല്ലേ? ജവൻ പറഞ്ഞു. എനിക്ക് നാളുണ്ടോ? ഉണ്ടോ? എന്റെ ഈ ചേട്ടൻ ആള് ദേഷ്യക്കാരനായിരിക്കും, മുറിച്ചുണ്ടിക്കാരനായിരിക്കും, ഉച്ചത്തിൽ സംസാരിക്കുന്നവരായിരിക്കും. മനസ്സ് നിറയെ എന്നുള്ള സ്നേഹം എനിക്കറിയാം. അത്രയും പരസ്പരം മനസ്സിലാക്കിയിട്ടാ കല്യാണം കഴിച്ചത്. ഇന്ന് എന്നെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോ ഞങ്ങൾ എത്ര സന്തോഷത്തിലായിരുന്നു അറിയോ? ആ മനുഷ്യനെയാ ഞാൻ കൊള്ളുന്നു നീ പറഞ്ഞത്. എനിക്ക് മനുഷ്യല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. എന്നാലും മറ്റൊരാളുടെ വാക്കായിട്ട് നിങ്ങൾ എന്നെ ചേട്ടാ അരികിൽ പതിയുടെ നെഞ്ചിൽ ആരോ മൂളും രാഗം
മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. വായി തോന്നി പറഞ്ഞോണ്ട് നിന്നോ. ഊട്ടിയിലെ ബസ് വന്ന് ബാഗ് കൊടുത്തോണ്ട് വാ. അവിടെ ബസ് പറയട്ടെ. അപ്പൊ ഈ കിടന്ന് ഈ സ്നേഹിച്ച മാത്രമല്ല, ദേഷ്യപ്പെട്ടാലും ഭാര്യമാർക്ക് ഇഷ്ടം വരുമല്ലേ? ഇതെനിക്കറിഞ്ഞൂടെയായിരുന്നു. ഹലോ ഹലോ, എന്തിനാ വിളിച്ചേ? ചോറ് കോരി വേടി, ഞാനിപ്പോ വീട്ടിലോട്ട് വരും. 9 മണിക്ക് ചോറ് നിങ്ങൾ അമ്മായിയമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1 മണിക്ക് മുമ്പ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കൈകാലം അടിച്ചോണ്ടിരുന്ന വീട്ടിനകത്ത് പറഞ്ഞത് കേട്ടാ. സംഭവം എന്താണെന്നറിയാ? ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഒരു നല്ലൊരു കുടുംബത്തിന് അല്ലെ, കുടുംബത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്കിറ്റ് ആയിരുന്നു ഞങ്ങൾ ഇറക്കിയത്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, സൂപ്പർ. നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. Thank you, അതിന്റെ thank you. ക്യാരക്ടർ പൊളിച്ചു കേട്ടോ. ഏഷ്യക്കാരൻ. മാനറിസംസ് പിടിക്കുന്നതിന്റെ കഴിഞ്ഞ തവണ മറ്റൊരു പഴയ മലയാളം സംസാരിക്കുന്ന ഒരു ചേട്ടനായിട്ട് വന്നു. ഇത് വേറെ രണ്ട് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഈ കിടിലം പെർഫോമൻസിന്റെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കാം. ഓക്കെ, ബാറ്ററി നോക്കാം. പണമുഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചി ഓ സന്തോഷത്തോടെ മാമൻ യെസ് തരട്ടെ. ഉള്ളൂ. എടാ അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിലെ ഒരു കൊച്ചു ചില്ലുകൂട്ടിൽ അവളെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഹായ് സഞ്ജു, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സഞ്ജു കാർത്തികേയൻ. സഞ്ജു ഫ്രം സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഈ സഞ്ജു കാർത്തികേയൻ. ശരിക്കുള്ള സ്ഥലം? എന്റെ സ്ഥലം ചാലക്കുടി വരുന്നത്. ചാലക്കുടി. ഓക്കെ. സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഫേസ് കട്ട് ആണ് അല്ലെ, ലാലേട്ടന്റെ ഫേസ് കട്ട്. എങ്ങനെ ഇത് കറക്റ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാരും ഇങ്ങനെ ആകാംക്ഷ. പഴയ ലാലേട്ടൻ മുഖം, വിന്റേജ് ലാലേട്ടൻ. പക്ഷെ അതിനുള്ള ഉത്തരം ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിട്ട് നമ്മുടെ സഞ്ജു തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാന്നുള്ള കാണണ്ടേ? കാണാം. അയ്യോ, കറക്റ്റ്. അത് കറക്റ്റ് ലാലേട്ടന്റെ ഒരു പ്രൊഫൈൽ. ആരാ അത്? സഞ്ജു ഉറക്കെ കേക്കട്ടെ. എന്റെ അച്ഛൻ. സഞ്ജുവിന്റെ അച്ഛനാണ്. കാർത്തികേയൻ എന്നാണ് പേര്. കാർത്തികേയൻ മുരിങ്ങൂർ. കാർത്തികേയൻ മുരുകൻ. ഓ, ആർട്ടിസ്റ്റ് ആണ്, ചിത്രകാരനാണ്. നൈസ് നൈസ്. എനിക്ക് തോന്നുന്നു അച്ഛൻ പണ്ട് അഭിനയിക്കുമല്ലോ ചെയ്യുമായിരുന്നു, അതോ ജസ്റ്റ് ഹി വാസ് ആൻ ആർട്ടിസ്റ്റ് ഓൺലി? അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്, ആക്ച്വലി പെയിന്റിംഗ് ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കുറെ സിനിമയിലേക്ക് അവസരം വന്നിരുന്നു. പണ്ടൊരു സാർക്കി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു, പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് റിലീസായില്ല. ഇപ്പൊ ചിത്രകാരനായിട്ടാണ് ആള് കണ്ടിന്യൂസ് ലൈഫ് ലീഡ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വീഡിയോ, അതായത് അച്ഛൻ ഇങ്ങനെ ഒരു ചായ കറക്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതോ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണ് അത് സഞ്ജുവിലേക്ക് എങ്ങനെയാണ് അത് എത്തിയത്, ഇങ്ങനെ വീഡിയോ എടുക്കണം ഇടണം എന്നുള്ളൊരു സംഭവം? ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഞാൻ അച്ഛനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് നമുക്ക് ചിത്രീകരിച്ച് കൂടാ ഞാൻ ചിന്തിച്ച് എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാനിപ്പോൾ കണ്ട നമ്മളെല്ലാവരും കണ്ട വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, എല്ലാം ഞാൻ തന്നെ ചെയ്തത്.
അപ്പോൾ അച്ഛനോടുള്ള ആ താല്പര്യം കൊണ്ടും അത് സോഷ്യൽ മീഡിയ കണ്ടാൽ അത് നല്ല രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. തീർച്ചയായിട്ടും അതല്ല, ഇപ്പോഴും ഈ വീഡിയോസ് അച്ഛൻ്റെ തന്നെ പഴയ ഫോട്ടോ ഇല്ലേ, കല്യാണ ഫോട്ടോയിലെ കറക്റ്റ് ലാലേട്ടൻ മുഖമുണ്ട്, ആ ഇതുണ്ട്. ഞാൻ അതിന് മുമ്പേ അറിയാം, ഞാൻ അതിന് മുമ്പേ ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാത്തിനും അങ്കിളും റെഡിയാണ് ചെയ്യാൻ വേണ്ടി. അങ്കിള് മീൻസ് എൻ്റെ അച്ഛൻ നല്ലൊരു മൈൻഡായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാൽ ആൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ, നമുക്ക് എന്തുകൊണ്ടും അത് വർക്കൗട്ട് ചെയ്തുകൂടാ. നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഇൻസ്ട്രുമെന്റ്. സഞ്ജു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഇൻഫ്ലുവൻസിങ് ആണ്. പിന്നെ ഞാനിവിടെ എറണാകുളത്ത് ഒരു കോഴ്സ് പഠിക്കേണ്ടതാണ്. അപ്പം കോളേജിലൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ ഫേസ് കട്ട് കാരണം? ഫേസ് കട്ട് കാരണമായിരുന്നില്ല, ഞാൻ ചിത്രകാരനാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന രീതിക്കാണ് ഞാൻ കോളേജിൽ ഫേമസ് ആയിരുന്നത്. എന്തുകൊണ്ടാണ് അങ്കിളിനെ കാണാനാണ്? അതെ, അങ്കിളിനെ കാണുമായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് അങ്കിളിനെ കാണുമായിരുന്നു. അച്ഛൻ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് അച്ഛൻ മരണപ്പെട്ടു. 1.5 വർഷം മുന്നേ. എന്ത് പറ്റി? ആൾക്ക് അറ്റാക്ക് ആയിരുന്നു. അയ്യോ, അപ്പൊ നമ്മളിപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന വീഡിയോസ് അത് ഞാൻ തന്നെ ചെയ്യുന്നത് ഇപ്പോഴും. കാരണം നമ്മളെങ്ങനെ ലൈഫ് ലീഡ് ചെയ്ത് അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ആളില്ലെങ്കിലും അതുപോലെ തന്നെ ലൈഫ് മുന്നോട്ട് അപ്പൊ പോകാൻ. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാണോ? കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പല രീതിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ഞാൻ തന്നെ ചെയ്യുന്നത്. ബദൽ എനിക്കൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു ന്യൂസ് അറിയേണ്ടായിരുന്നു നമ്മള്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. അതെ, അങ്കിളിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വീഡിയോസിൽ കൂടെ. എനിക്ക് തോന്നില്ല ആർക്കും സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയില്ല. ഇതിപ്പോ പേഴ്സണൽ ലൈഫിലും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അറിയുന്നത്. ഓക്കെ, അപ്പൊ സഞ്ജു ഈ വീഡിയോസ് ഇപ്പം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അച്ഛൻ പോയതിനു ശേഷമാണോ അതോ അതിന് മുന്നേ ആയിരുന്നു? അച്ഛൻ മുന്നായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഞാൻ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അത് ആ വീഡിയോസ് ആ പീക്ക് ലെവലിൽ എത്തിയ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടത്. ഓയ്യോ. അതിനുശേഷം അച്ഛൻ്റെയും സഞ്ജുനോടെ വീഡിയോ ക്ലബ് ചെയ്ത് വീഡിയോ ഇട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പ്രധാനമായിട്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങി ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ട് ആ വീഡിയോസ് വൈറലായി. പിന്നെ അച്ഛൻ്റെയും എൻ്റെയും കൊളാബ് ചെയ്ത് ഞാൻ വീഡിയോസ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിക്ക് കയറാറുണ്ട്. ലാലേട്ടൻ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ലാലേട്ടനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടുമില്ല. കാണാൻ സാധിക്കട്ടെ എത്രയും പെട്ടെന്ന്. അച്ഛനും ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല. അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പണ്ടൊരു പ്രാങ്ക് പോലെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും ഒരു പാറപ്പുറത്ത് മുകളിലിരിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഒരു ജീപ്പ് വരുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് അച്ഛനോട് പറഞ്ഞു, നീ ഒന്ന് ജസ്റ്റ് മോഹൻലാലും പോലെ ഒന്ന് ജസ്റ്റ് ഇരിക്കി. അപ്പോൾ ആ വണ്ടിക്കാരൊന്നും പ്രാങ്ക് ആയില്ല, കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ആ വളവിൽ വണ്ടി നോക്കുമ്പോൾ വണ്ടിയിലുള്ള ആൾ നോക്കിയപ്പോൾ മുകളിൽ മോഹൻലാലിനെ പോലത്തെ ഒരാളിരിക്കണേ. പക്ഷെ മീൻസ് ആ വണ്ടിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് മോഹൻലാലായിരുന്നു. നോക്കുമ്പോ അച്ഛനെയാണ് അച്ഛനെ കാണുന്നത്. രണ്ടാപരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന അവസ്ഥ. അച്ഛന്റെ പഴയ ലുക്ക് ഇപ്പം അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതൊന്ന് കാണാം. ആ പഴയ ലുക്ക് അച്ഛന്റെ. ഓക്കെ, നിന്നെ ഞാൻ സ്വന്തമാക്കും. ലാലേട്ടന്റെ കല്യാണത്തിന്റെ ഫോട്ടോ പോലെ കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ. ഇതൊക്കെ ലൈക്ക് ചെയ്ത് എത്ര മില്യൺ അല്ലെ വ്യൂസ് ഒക്കെ പോയൊരു സമയം. ഇതൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എനിക്ക് സഞ്ജുവിനെ അച്ഛനെയും തമ്മിൽ മനസ്സിലാവില്ല കേട്ടോ. ഇൻസ്റ്റയിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം അങ്കിളുടെ പഴയ അതേ ലുക്ക് പോലെ തന്നെയുണ്ട് സഞ്ജു ഇപ്പോഴും. ഇവിടെ തീരുന്നില്ല സർപ്രൈസ്. നമ്മൾ എന്നെന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെർഫോമൻസും കൂടെ, അതായത് ഇപ്പൊ നമ്മൾ ലുക്ക് കണ്ടു, ഇനി ലാലേട്ടന്റെ ശബ്ദം കൂടെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? റെഡിയാണോ? അതോർത്തോ, ഇതാ വരുന്നു. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികളുടെ ജീവിതം. വെള്ളാരക്കല്ലുകൾ ഒരുങ്ങുന്ന വേനൽ പകലിൽ ഗോളിയാർ ലത്തിച്ചു. ഗോളിയാർ നീ ആ ടാൻഷന്റെ ഗോളിയാർ, കൊരാനകളുടെ ഗോളിയാർ. ഗതകാല സ്മൃതികളിൽ കൊട്ടാരങ്ങളിൽ ദ്രുപദന്റെ പറയാത്ത പഴുത്തിന് കേൾക്കാം ചെവിയോർത്താൽ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി നേരെ ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തിൻ്റെ ഒട്ടക്കീശയിലെന്തുണ്ട്. ഒടുവിൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചെന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിലൊരു കീർത്തനം പാടി മുഴുവയ്ക്ക് മുമ്പ് വിറയാർന്ന കൈകൾ കൊണ്ടെന്നെ ചേർത്ത് പിടിച്ചു. പിന്നീട് സിരകളിൽ ഭാഗവും സംഗീതവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഗുരുവിൻ്റെ ഖബറിൽ ഒരു പിടി പച്ച മണ്ണ് വാരിയിട്ടുകൊണ്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. ശബരോഗി സിന്ദഗി
യു കബി ഖതം നഹി ഹോ ജാത്തി ഹൈ. എയറിലാണോ വയറിലാണോ എന്തായാലും ഓക്കെ, താങ്ക് യു എലീന. എന്തോ അല്ല, ഞാൻ സത്യം ഈ ചേട്ടൻ്റെ കാർത്തികൻ ചേട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു. അതുമാത്രമല്ല, ഇപ്പം സഞ്ജുവിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് കൊതി തോന്നുന്നു. കാരണം നിങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെ ഇത്രയും മനോഹരമായിട്ട് ലാലേട്ടനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതും പഴയ വിൻറ്റേജ് കാലഘട്ടത്തിലെ ചിത്രം, അല്ലെങ്കിൽ ആ വന്ദനം, ആ ഒരു സമയത്തെ ഒരു ഫിഗർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കൊതിയാണ് അല്ലേ? ഈ ലാലേട്ടൻ്റെ രൂപസാദൃശ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ അത് അച്ഛൻ ആവോളം കിട്ടി. ആ അച്ഛൻ ഇന്ന് മകനിലൂടെ ജീവിക്കുന്നു അല്ലേ? ഭയങ്കര സന്തോഷം. എന്തായാലും ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് അതിനൊപ്പം കൂടാനും ലാലേട്ടന് ഒരു വലിയ പിറന്നാൾ ആശംസകൾ ഈ എളിയ കലാകാരൻ്റെ. നമ്മൾ കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഈ ജന്മദിന ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. അല്ല, സത്യം പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ്റെ ശബ്ദം അനുകരിക്കുന്ന പുതിയ ജനറേഷനിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഞാനത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അന്നൊക്കെ അത്രയൊക്കെ മതിയായിരുന്നു. ജാമ്യം എടുക്കുകയാണ്. ജാമ്യത്തിന്റെ അല്ല, ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എത്ര വർഷമല്ലേ പ്രശാന്ത് ഏട്ടാ, എത്ര വർഷം ബാക്ക് ആയിരിക്കും ചെയ്തിട്ടുണ്ട്? അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ പ്രായം വെറുതെ അല്ല കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാനും അർജുനും അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. പ്രശാന്ത് ഏട്ടനെ ഞങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറയുന്നത് ജഗതി ചേട്ടന്റെ വോയിസ് എടുക്കുക, ജഗതി ചേട്ടന്റെ ഫിഗർ, അതുമായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ലാലേട്ടന്റെ സൗണ്ട് എടുത്തിട്ടാണ് പ്രശാന്ത് ഏട്ടൻ ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഈവൻ ഇയേഴ്സ് ബാക്ക് ആണ്. അതിന്റെ പ്രായത്തിലല്ല, എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തൊക്കെ ലാലേട്ടൻ, ദിലീപേട്ടൻ ഇങ്ങനെ കുറെ താരങ്ങളുടെ ശബ്ദമൊക്കെ അനുകരിക്കുമായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഒത്തു കിട്ടിയത് അങ്ങനെ എലീന ജയസൂര്യയുടെ ഭയങ്കരമായിട്ടുള്ള ഫേസ് ഉണ്ടായിരുന്നു. അതെ, അതൊരു കാലഘട്ടത്തിൽ എന്റെ ഛായയാണ് ജയസൂര്യക്ക് പറ. അല്ല, ജയന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ ഈ ആട് 1, ആട് 2, ആട് 3 പടങ്ങളിൽ ജയസൂര്യക്ക് ട്രാക്ക് വോയിസ് മൊത്തം ഡബ് ചെയ്തത് ഞാനായിരുന്നു. അത് എന്നോട് വിജയ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. ചേട്ടാ ഒന്ന് ഒരു പ്ലീസ് ഒരു ഡയലോഗ് എന്തെങ്കിലും. അല്ല, ജയൻ ഇടയ്ക്ക് പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മള് ജീവിതം എന്നൊക്കെ പറയുമ്പോ അതൊരു പ്രത്യേക സുഖല്ലേ കണ്ടാ, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പക്ഷെ പ്രശാന്ത് ഏട്ടാ, ഞങ്ങൾക്ക് പിള്ളേര് സെറ്റിന് എപ്പോഴും കേൾക്കാൻ ആഗ്രഹം ജഗതി ചേട്ടന്റെ സൗണ്ട് ആണ്. ഇപ്പോഴും ഓർമ്മ എന്റെ കണ്ണിന് മുന്നിൽ നിൽക്കുന്നു ചേട്ടൻ ജഗതി ചേട്ടൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് മാത്രമല്ല, പാർട്ടിസിപ്പേഷൻ വേണം. എന്താന്ന് വെച്ചാല് കുസൃതിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടൻ നായകനായിട്ടുള്ള പടത്തില് അദ്ദേഹം ഒരു സീനിൽ പറയുന്ന ഡയലോഗാണ്. അതിൽ അദ്ദേഹം മണിശസ്താളിലെ ലാലേട്ടനെ പോലെ ചുമന്ന പട്ടൊക്കെ കെട്ടി, ചുമന്ന ജുബയൊക്കെ ഇട്ട് കോളേജിൽ ഇനാഗുറേഷൻ വരുന്നൊരു സീനുണ്ട്. അന്നേരം അവിടുത്തെ പിള്ളേര് കൂവും. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് കൂവണം. കൂവലിന് ശക്തി പോരാന്ന് പറയുമ്പോൾ ഒന്നുകൂടി കൂവണം. അത് കഴിഞ്ഞ് കൂവരുത്, കംപ്ലീറ്റ് കൈ അടിച്ചോളണം കേട്ടോ. കൂവിക്കോ, കൂവ്. കൂവലിന് ശക്തി പോരാ. കൊള്ളാം, ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാകും, കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രി താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാകാം, കുതിരയാകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തു ആകാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ, ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം, ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. കാരണം ജീവിതത്തിലാകെ മിച്ചം ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാട്ട് പാടാം. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ, വിരിഞ്ഞ പാല പൂമണം വീശിയാൽ ഗുമു 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 ഗു, തേൻ കൂട്ടിൽ കല്ലു വീണാൽ എങ്ങനെയുണ്ട്? താങ്ക് യു, താങ്ക് യു. അങ്ങനെ ഒരു വേദിയിൽ ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് സർപ്രൈസ് ആയിട്ട് ജഗതി ചേട്ടൻ വന്നിരിക്കുകയാണ്. ചേച്ചി, ഇന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ. കാരണം ലാലേട്ടന്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇവർ രണ്ടുപേരും ഇന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്തു. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. വീണ്ടും കാണും. ഓക്കെ, കാണണം. സഞ്ജു, നമ്മളും കണ്ടിരിക്കും. നമ്മുടെ നഴ്സുമാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എസ്പെഷ്യലി അഞ്ജനയിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങാൻ പോവുകയാണ്.
ഹായ് അഞ്ജന സുന്ദരി. ഞാൻ സുന്ദരി എന്ന് വിളിച്ചത് എന്നാന്നറിയോ, എനിക്ക് ഫ്രണ്ട് ഇരുന്നപ്പോ മൊത്തം അമർ അക്ബർ ആന്റണിയിൽ ഒരു ചോദ്യം ഉണ്ടല്ലോ, സിസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്, 1-2 ഒക്കെ കൊള്ളാം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഉറപ്പായിട്ടും ഉണ്ടാവില്ല അഞ്ജന? അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ മാരേജ് ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഓൾറെഡി എന്റെ മാരേജ് കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ അത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞാണ്? അതെ. ആരാ വന്ന് ചോദിച്ചത്? ബൈസ്റ്റാൻഡർ ആണോ വന്ന് ചോദിച്ചേ? ബൈസ്റ്റാൻഡർ ആണ് ചോദിച്ചത്. അവര് മോന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. മോനായിരുന്നു പേഷ്യന്റ്. മോന് തനക്ക് ഏതാ ആളുടെ ചോദിച്ചു ഐ ലവ് യു, അങ്ങനെ അടിയും കൊണ്ട് കിടക്കരുത്. അമ്മയായിരിക്കും ബൈസ്റ്റാൻഡർ. പിന്നെ അവ നോക്കൂലല്ലോ, അവര് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മ ആ ജോലി ഏറ്റെടുത്ത. ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നഴ്സുമാർക്ക് സാധാരണ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വയ്യായ്മ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സെൽഫ് മെഡിക്കേഷൻ ആണോ ചെയ്യുന്നത്, അതോ അപ്പൊ തന്നെ പാനിക് ആയിട്ട് അടുത്ത ആളുടെ അടുത്ത് ചോദിക്കുകയാണോ ചെയ്യുന്നത്? എന്തായിരിക്കും യൂഷ്വലി ചെയ്യുന്നത്? ഞാൻ അവിടെ ചോദിക്കട്ടെ, ആ ചേച്ചിയോട് ചോദിക്കട്ടെ. സൽവാർ എടുത്ത് കൈയൊക്കെ കെട്ടി എന്റെ അടുത്ത് ചോദിക്കൂ. ചേച്ചി പേരെന്നാ? എന്റെ പേര് പ്രിയ. പ്രിയ. അപ്പൊ ഇനി പ്രിയ സിസ്റ്ററെന്നേ വിളിക്കുള്ളൂ. പ്രിയ സിസ്റ്ററെ, സിസ്റ്ററിനൊരു പെട്ടെന്നൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മെഡിസിൻ ഒക്കെ എടുക്കാൻ പറ്റുമോ, അതോ എങ്ങനെയാ സിസ്റ്റർ ചെയ്യാം? ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നോക്കും. അല്ലെങ്കിൽ കൈവിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് പറയും. അത് എനിക്കാന്ന് പറയത്തില്ല. അതെ, എന്റെ ഒരു ബന്ധുവിനാണ്, എന്തോ ചെയ്താൽ പറ്റും എന്നൊക്കെ ചോദിക്കും. അവര് എന്നെ കളിയാക്കും, ഒരു നേഴ്സായിട്ട് അറിയില്ലേ എന്ന് കളിയാക്കുന്നതിലും ഭേദം വേറെ എന്റെ ബന്ധുവിനാ, അവര് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. നല്ല ഐഡിയ അല്ല? കഥ ഇറക്കുന്നുണ്ട് നിമിഷകവി പോലെ. എല്ലാം ഇറക്കി വിട്ടു, ഇതല്ല അവർ കേൾക്കും കേട്ടോ. ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് പോവാം. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഈ മാലാഖമാർക്കാണ് ഇന്ന് പോകുന്നത്. They are actually our main and they are going to be the bright of നമ്മുടെ ലൈഫ്. So thank you, please join us. അതുപോലെ തന്നെ ശ്വേത ചേച്ചി, വായോ നമുക്കത് കൊടുക്കാം. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ. അപ്പൊ എന്തായാലും ഗോകുലം മെഡിക്കൽ കോളേജ് ടീം നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്യൂട്ടി ദ ഹാൻഡ് വാഷിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. കാരണം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നിങ്ങളാണ്. അതോടൊപ്പം വില്ലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പറും ലഭിക്കുന്നുണ്ട്. യെസ്, പ്ലീസ് ജോയിൻ. Thank you so much for joining with us. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന താരങ്ങളാണ് നിങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ഇനിയും ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ മുമ്പ് ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ്. ഇത് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം കാണാം. ബൈ, ഗുഡ് നൈറ്റ്.